നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്താൻ പല പല വഴികളുണ്ട്. പല പല വേർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ടെൻഡർ വിളിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ ചെയ്യിക്കും. ടെൻഡർ ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്നത് ആരാണ് അതൊന്നും നോക്കാറില്ല. ടെൻഡറേ ഉണ്ടാവില്ല. അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ ഇഷ്ടപ്രകാരം അതങ്ങ് ചെയ്യും. അതിൻ്റെയൊക്കെ വലിയ വലിയ ഉദാഹരണങ്ങൾ, കോടാനുകോടികളുടെ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നാളെ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ കറുത്ത വശങ്ങൾ, ഇരുണ്ട ചരിത്രമൊക്കെ പുറത്തേക്ക് വരും. അതവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു രീതിയാണ്, ടെൻഡർ കൊടുക്കാതെ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാതെ. അതുപോലെ കൊട്ടേഷൻ എടുക്കാതെ സാധനങ്ങൾ വാങ്ങുക. സർക്കാരിൻ്റെ പർച്ചേസൊക്കെ അങ്ങനെ വേണമെന്ന് നിർബന്ധമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു സാധനം ആരാണ് നൽകുക അത് നോക്കിയിട്ട് അവർക്കാണ് ഓർഡർ കൊടുക്കേണ്ടത്, അല്ലാതെ ചെയ്ത് കളയും. ഇനി കൊട്ടേഷൻ വാങ്ങിച്ചാലോ, ചിലപ്പോൾ ഉയർന്ന തുക കോട്ട് ചെയ്ത ആളിൻ്റെ ഇന്ന് സാധനം വാങ്ങും. ഇതൊക്കെ പല സർക്കാർ സ്ഥാപനങ്ങളിലും നടന്നു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, അതിൻ്റെ പരസ്യം, അതുമായി ബന്ധപ്പെട്ട പരസ്യം തമിഴ്നാട്ടിലെ പത്രങ്ങൾക്ക് കൊടുത്താലോ? ഇത് കേരളത്തിലെ ജനങ്ങളാണ് ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടത്. പക്ഷേ അത് കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തമിഴ് പത്രങ്ങളിലാണെങ്കിലോ? അങ്ങനെയും ചില തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ്. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി, അതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഓഡിറ്റ് വിഭാഗമാണ് ഈ പരിശോധന നടത്തിയത്. അതിൽ കണ്ടെത്തിയ ചില വിവരങ്ങൾ, അതിലാണ് ഈ സൊസൈറ്റിയെക്കുറിച്ചുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുത്ത പരസ്യങ്ങൾ തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് സംബന്ധിച്ച വിശദാംശങ്ങൾ വന്നിരിക്കുന്നത്. പറഞ്ഞല്ലോ, ഈ സൊസൈറ്റി നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വരുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട സർവീസ് അല്ലെങ്കിൽ സേവനം നൽകുന്നതിന് വേണ്ടി 1973 സ്ഥാപിച്ചതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കച്ചവട രംഗം എന്ന് പറയുന്നത് പേവാർഡുകളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 75 ആശുപത്രികളിൽ ഈ സൊസൈറ്റിയുടെ കീഴിൽ പേവാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആയിട്ട് 1859 മുറികളുണ്ട്. അതൊക്കെ എല്ലാ ദിവസവും അവിടെ രോഗികളുണ്ട്, താമസക്കാരുണ്ട്. അങ്ങനെ വളരെ ലാഭകരമായിട്ട് നടക്കുന്നൊരു സൊസൈറ്റിയാണ്. 14 ലാബുകൾ, അത് ചെറുതൊന്നുമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച 14 ലാബുകൾ ഈ സൊസൈറ്റി നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യരംഗത്തെ ഒരു വലിയ പേരാണ് ഈ KHRWS എന്ന് പറയുന്ന സൊസൈറ്റി. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. ഇപ്പോഴതിനെ നയിക്കുന്നത് ശ്രീമതി വീണ ജോർജാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ വൈസ് ചെയർപേഴ്സൺ അതാത് സമയത്തെ ആരോഗ്യ സെക്രട്ടറിയാണ്. അങ്ങനെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ വളരെ ഉന്നതങ്ങളിലിരിക്കുന്നവരാണ് ഈ സൊസൈറ്റി നയിക്കുന്നത്. അവിടുത്തെ വലിയ ക്രമക്കേടുകളാണ് ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. യാതൊരുവിധ ടെൻഡറോ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിക്കുകയോ ചെയ്യാതെ ഈ സൊസൈറ്റി 4.42 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങി. ഒരു കൊട്ടേഷനും ഇല്ല, ടെൻഡർ വിളിച്ചിട്ടില്ല, അവരങ്ങ് വാങ്ങി. അല്ലെങ്കിൽ ഈ ഓഡിറ്റ് പാർട്ടി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ KHRWS അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല. കയ്യിലുണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ? കയ്യിലുണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ടായിട്ട് വരുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. എന്തായാലും ഈ 4.42 കോടി രൂപയുടെ കച്ചവടത്തിൽ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിയതിന് കണക്കൊന്നുമില്ല. കണക്കെന്നല്ല, അതിന് ഒരു ടെൻഡറോ അല്ലെങ്കിൽ കൊട്ടേഷൻ വാങ്ങിക്കുന്ന രീതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ലാബിലും അതുപോലെ തന്നെ പേവാർഡുകളിലും കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി 40.43 ലക്ഷം രൂപ ചെലവഴിച്ചു. അതൊക്കെ ചെലവഴിക്കണം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം രോഗികൾ പൈസ കൊടുത്ത് താമസിക്കുന്ന പേവാർഡുകളിൽ, റൂമുകളിൽ അത് 3 തരത്തിലോ മറ്റുണ്ട്. ജനത, ഡീലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 തരത്തിലുള്ള പേവാർഡുകളാണ്. അവിടെ രോഗികൾക്ക് നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ 40.23 ലക്ഷം രൂപ ചെലവഴിച്ചത് ടെൻഡർ ഇല്ലാതെയാ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിക്കാതെയാ? അതങ്ങ് ചെലവഴിച്ചു. സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്നവർ അതങ്ങനെയങ്ങ് ചെലവഴിച്ചു. ഇവിടെ കുറേ താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നു, അവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ. ആ വകയിൽ ഒരു 58.3 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട്. അത് ചെക്ക് കൊടുത്ത കണക്കൊക്കെ ഉണ്ട്, കണക്ക് പുസ്തകത്തിലുണ്ട്. പക്ഷേ ഇവരെ ആര് നിയമിച്ചു, എങ്ങനെ നിയമിച്ചു, ഇവരുമായിട്ടുള്ള കരാർ എന്താണ്,
ഏത് അടിസ്ഥാനത്തിലാണ് അവർ ഈ KHRWSൽ പ്രവർത്തിക്കുന്നത്? അത് സംബന്ധിച്ച് യാതൊരു രേഖകളുമില്ല. പണമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. പക്ഷേ അതിന് ഉപോത്ബലകമായ അല്ലെങ്കിൽ ആ പണം ചെലവഴിക്കുന്നതിന് അധികൃതരെ അധികാരപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കിയതിൻ്റെ രേഖകളില്ല. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഓഡിറ്റിൽ തന്നെ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് കോവിഡാ, PPE കിറ്റ് വാങ്ങിച്ചു. ആ കച്ചവടത്തിലാണ് വലിയ ക്രമക്കേട് അല്ലെങ്കിൽ അഴിമതി നടന്നത്. കോവിഡിനെ അകലെ നിർത്തിയ മന്ത്രി എന്നൊക്കെ നമ്മൾ പ്രശംസിക്കുന്ന ശ്രീമതി ശൈലജ ടീച്ചറായിരുന്നു അന്ന് മന്ത്രി. ആ കച്ചവടത്തിൽ 10.23 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് ആരാ പറഞ്ഞത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുഴുവൻ കണക്കുകൾ പരിശോധിക്കുന്ന CAG, അവരാണ് പറഞ്ഞത് 10.23 കോടി രൂപയുടെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അധിക ചെലവ് അല്ലെങ്കിൽ സർക്കാർ ഖജനാവിന് നഷ്ടം സംഭവിച്ചു എന്നുള്ളത്. 545 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുമായിരുന്ന ഒരു കിറ്റ് 1550 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഏതാണ്ട് 3 ഇരട്ടി വില ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. രണ്ടാമത് വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇതിന്മേൽ വലിയ അന്വേഷണങ്ങളോ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതങ്ങനെ അങ്ങ് മാഞ്ഞുപോയി, അല്ലെങ്കിൽ അങ്ങ് അമർച്ച ചെയ്തു. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ 4-ാം തീയതി നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരിക. അവ UDF ആണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ, അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ PPE കിറ്റും അതുപോലെ KHRWCSലെ കച്ചവടവും ഇതെല്ലാം പുറത്തോട്ട് വരും. പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മുടെ വീണ ജോർജ് അവൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ തോക്കുക അതെന്തുമാവട്ടെ, എന്ത് സംഭവിച്ചാലും ശരി, ഇനിയുള്ള ദിവസങ്ങളും മന്ത്രിക്ക് തലവേദനയുടേതായിരിക്കും അല്ലെങ്കിൽ പുലിവാലുകളുടേതായിരിക്കും എന്നാണ് ഈ പറഞ്ഞു വന്നത്. കാരണം ഇനി UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരിതൊക്കെ ചകഞ്ഞ് പുറത്തോട്ടിടും. KHRWSൽ എന്താണ് സംഭവിച്ചത്, ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നൊരു വിശദീകരണമുണ്ട്. രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നേ. ഈ രേഖ എന്ന് പറഞ്ഞാൽ എന്താ, കൈരേഖയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടെ. രേഖകളൊക്കെ ഉണ്ട്. ഇനി 1 മാസം കൂടെ സമയമുണ്ട് അത് കൊടുക്കാൻ. ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങളുടെ റിപ്പോർട്ടൊക്കെ കണ്ടു, ഒക്കെ ഞങ്ങൾ വായിച്ചു. അതിനകത്ത് ഞങ്ങൾ രേഖകൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊക്കെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അടുത്തൊരു ഗവൺമെൻറ് വരികയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഇനി മൈലപ്ര വലിയ പള്ളിയിൽ എന്ത് നേർച്ച കൊടുത്താലും ശരി, ഇതെല്ലാം അവർ അന്വേഷിക്കും. അവരിതെല്ലാം പുറത്തോട്ട് ഇടുകയും ചെയ്യും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പിടലി നാടകത്തിൽ മൊഴിമാറ്റി പറഞ്ഞില്ലേ മന്ത്രി. ആദ്യം മന്ത്രിയുടെ ഗൺമാൻ എന്താണ് പരാതി കൊടുത്തത്? എന്തോ ഒരു മാരകായുധം ഉപയോഗിച്ച് 5 KSU പിള്ളേർ, അവരുടെ വേറെ ആരുമില്ലെന്ന്, 5 പിള്ളേർ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, നിറയെ പോലീസുണ്ട്, മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ടവരുണ്ട്, ഗൺമാനുണ്ട്. ഇവരുടെ എല്ലാം വലയം ഭേദിച്ചുകൊണ്ട് ഈ KSUക്കാർ മന്ത്രിയുടെ അടുത്ത് ചൊല്ലുകയും ഏതോ ഒരു മാരകായുധം ഉപയോഗിച്ച് കഴുത്തിൽ ആക്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി. മന്ത്രിക്ക് വേണ്ടി മന്ത്രിയുടെ ഗൺമാൻ കൊടുത്ത പരാതിയാണ്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? പിള്ളേർക്ക് ജാമ്യം കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു അങ്ങനൊരു മാരകായുധവും ഇല്ല, അങ്ങനൊരു ആക്രമണവും നടന്നിട്ടില്ല. ആ സമയത്തും നമ്മുടെ മന്ത്രിയുടെ മൊഴി എടുത്തിരുന്നില്ല പോലീസ് എന്ന് ആലോചിക്കണം. പിന്നീട് ഇപ്പോഴാണ് എടുത്തപ്പോൾ മന്ത്രി എന്തുവാ പറഞ്ഞത്? തിക്കിലും തിരക്കിലും പെട്ട് പരിക്ക് പറ്റിയായിരുന്നു. നമ്മുടെ അന്നത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടത് ഓർമ്മയുണ്ടല്ലോ. എവിടെയാ തിക്കും തിരക്കും? ഈ KSUക്കാരെ പോലീസുകാർ തിക്കുകയും തിരക്കുകയും തള്ളുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മന്ത്രിയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ അതിലവർ വിജയിക്കുകയും ചെയ്തു. അവർക്ക് മന്ത്രിയുടെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഏത് തിക്കിലും തിരക്കിലുമാണ് ഈ മന്ത്രിക്ക് പരിക്ക് പറ്റിയത്? എങ്കിൽ പോലും മന്ത്രി ഒരു കാര്യത്തിൽ സത്യസന്ധത കാണിച്ചു. അതായത് FIR അങ്ങനെയായിരുന്നു, മാരകമായ ആയുധം അത് വെച്ച് കഴുത്തിന് ഇടിച്ചു എന്നാണ്. പക്ഷേ വൂണ്ട് റിപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കോടതി പരിശോധിച്ചു. മന്ത്രി അവസാനം മൊഴിയിൽ പറഞ്ഞു അങ്ങനെ മാരകായുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ ഉന്തുന്നുള്ളൊക്കെ ഉണ്ട്, ആ തിരക്കിലാണ് എനിക്ക് പരിക്ക് പറ്റിയത്. സത്യം പറയേണ്ടി വന്നു. കാരണം എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നാളെ എങ്ങാനും പുതിയൊരു സർക്കാർ വന്നാൽ പിള്ളേരെ പിടിച്ച് ജയിലിലിട്ട കേസല്ലയോ KSUക്കാരെ, അത് അന്വേഷിക്കുമല്ലോ, അതെല്ലാം കൂടെ തോണ്ടി പുറത്തേക്കിടുമല്ലോ. തെളിവുകളെല്ലാം മന്ത്രിക്കെതിരാണല്ലോ, അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞതിനെതിരാണല്ലോ. മന്ത്രിയെ KSU പ്രവർത്തകർ തൊട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതിന് എല്ലാ തെളിവുകളും ഉണ്ടല്ലോ. അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മന്ത്രി കൃത്യമായിട്ട്
മാരകായുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന മൊഴി പോലീസിന് കൊടുത്തത്. മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു, സംഗതി ശരിയാ. പക്ഷേ ആ ചെറുപ്പക്കാർ പിള്ളേരെ 10-16 ദിവസം ജയിലിൽ കിടന്നു, റിമാൻഡിൽ. ഈ ജയിലെന്ന് പറയുന്നത് റിസോർട്ടൊന്നുമല്ല. അവിടെ ജീവിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറുപ്പക്കാർ മന്ത്രിക്കെതിരായിട്ട് പ്രതിഷേധം ഉയർത്തി എന്നുള്ളത് ശരിയാണ്. കരിങ്കൊടി കാണിച്ചു എന്നതും ശരിയാണ്. ഇതൊക്കെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും നടക്കുന്ന ഒരു പ്രതിഷേധ മുറകളാണ്. എതിർപ്പ് പ്രകടിപ്പിക്കാനും പ്രതിഷേധിക്കാനുമുള്ള മാർഗങ്ങളിൽ ചിലതാ. അതിൻ്റെ പേരിൽ 16 ദിവസം ഈ കുട്ടികളെ നിങ്ങൾ ജയിലിലിട്ടു. മന്ത്രി വീണ ജോർജിൻ്റെ മക്കളാകാൻ പ്രായമുള്ളവരാ കൊച്ചുകുട്ടികൾ. ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഈ പാവങ്ങളൊക്കെ എവിടെ കഴുകി വെളുപ്പിക്കും?